ഹലോ എവരിവൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ്. ഈ ഒരു എക്സാം ഇപ്പോൾ റീസെൻ്റായിട്ട് കേരള PSC വിളിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ 80 ക്വസ്റ്റ്യൻസേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. 20 ക്വസ്റ്റ്യൻ ജനറൽ നോളേജ് ആയതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 88/2014 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 80 ക്വസ്റ്റ്യനും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ 2 കോഴ്സസിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് അതുപോലെ തന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ്, ഈ 2 ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെയും കോമൺ ആയിട്ടുള്ള കോച്ചിങ് ഒരു കമ്പൈൻ ബാച്ച് നമ്മൾ 7th തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തൊരു ബാച്ച് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മന്തിലായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ കറക്റ്റ് ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ മാത്രമേ PSC പുറത്തു വിട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത എക്സാമിനെ കുറിച്ചാണ്. അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആണ്. നമ്മൾ ഓൾറെഡി 2 ബാച്ചുകളുണ്ട്. നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ ബാച്ച് ഇതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ, മിക്കവാറും മെയ് മന്തിലായിരിക്കും ഈ എക്സാം നടക്കുക. അപ്പോൾ കഴിഞ്ഞ തവണ ജില്ലാടിസ്ഥാനത്തിൽ വിളിച്ച എക്സാം ആയിരുന്നു. ഇത്തവണ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ചാൻസാണ് ട്രേഡ്സ്മാൻ, കാരണം അത്രയധികം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോയാലോ. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഞാനിത് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിലേക്ക് അങ്ങ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, LED ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ, ജർമേനിയം, ഗാലിയം ആർസനൈഡ്, സെലേനിയം. നിങ്ങൾ പറയോ LED നമ്മൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഏത് മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും? സിലിക്കണും ജർമേനിയും സെലേനിയം എന്തായാലും അല്ല. നമ്മൾ LED മെയ്ഡ് ചെയ്തിരിക്കുന്നത് ജനറലി ഗാലിയം ആർസനൈഡ് എന്നുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് LED മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഗാലിയം ആർസനൈഡ് ഒരു കോമ്പണൻറ്റ് മാത്രമാണ്. അതിൻ്റെ ഓരോ കളേഴ്സിനും നമ്മൾ ഇതുപോലത്തെ ഓരോ കോമ്പണൻറ്റ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഇനി നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് പാരലൽ ട്യൂൺഡ് സർക്യൂട്ട് ഈസ് 1/2πRC, 1/2πFC, 2πFL × R, 1/2π√LC. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പാരലൽ ട്യൂൺ സർക്യൂട്ടിൻ്റെ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π√LC ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. ഇനി നോക്കൂ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഐഡിയൽ ഒപ്പ് ആംപ് ദ ഔട്ട്പുട്ട് ഇംപിഡൻസ് വിൽ ബി ഇൻഫിനിറ്റി, 0 Ω, 10⁵5 Ω, നൺ ഓഫ് ദി അബോവ്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ അല്ല ചോദിച്ചിരിക്കുന്നത്, ഐഡിയൽ ആണ്. അപ്പോൾ ഒരു ഐഡിയൽ ഒപ്പ് ആമ്പിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ഏതായിരിക്കും? ഒരു ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി ആയിരിക്കും, ഔട്ട്പുട്ട് ഇംപിഡൻസ് 0 ആയിരിക്കും, അല്ലെങ്കിൽ വെരി ലോ ആയിരിക്കും ശരിക്കും ഔട്ട്പുട്ട് ഇംപിഡൻസ് വരിക. അപ്പോൾ നമ്മൾ ആ പാരാമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഫസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ കളക്ടർ ബേസ് ജംഗ്ഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ്, റിവേഴ്സ് ബയാസ്ഡ്, അൺബയാസ്ഡ്, നൺ ഓഫ് ദി അബോവ്. അപ്പോൾ എങ്ങനെയായിരിക്കും കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത്? കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ബേസിസിൽ നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്. ഇനി നിങ്ങൾ നോക്കൂ, കളർ കോഡിംഗ് ഓഫ് 4.7 Ω റെസിസ്റ്റർ ഈസ്. അപ്പോൾ 4.7 Ω റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 47 × 10⁻⁻1 എഴുതിക്കൂടെ? 47 × 10⁻⁻1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് കളർ എന്തായിരിക്കും? ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് യെല്ലോ ആയിരിക്കും. സെക്കൻഡ് കളർ 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ വയലറ്റ് ആയിരിക്കും.
10⁻⁻1 ആണ് മൾട്ടിപ്ലയറിന്റെ വാല്യൂ. ഇവിടെ ടോളറൻസും തന്നിട്ടില്ല. ഇപ്പൊ 10⁻⁻1 മൾട്ടിപ്ലയർ ആവണമെങ്കിൽ അത് ഗോൾഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ബേസിസിൽ പറയുമ്പോൾ നമുക്ക് ഏതായിരിക്കും ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, യെല്ലോ വയലറ്റ് ഗോൾഡ്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ അപ്പോൾ നിങ്ങൾ 4.7 എന്നുള്ളത് 47 × 10⁻⁻1 ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി നോക്കൂ, സെനർ ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് റെക്ടിഫയർ, ഇൻവേർട്ടർ, റെഗുലേറ്റർ, ഐസൊലേറ്റർ. അപ്പോൾ നമ്മൾ എല്ലാ ബേസിക് തിയറിയിലും പഠിക്കുന്നുണ്ട്. സെനർ ഡയോഡിന്റെ റിവേഴ്സ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ റെക്ടിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്നത്, അല്ലേ? പവർ സപ്ലൈയിലെ ഏറ്റവും ലാസ്റ്റ് ബ്ലോക്കാണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് ബേസിക്കലി? അപ്പോൾ റെഗുലേറ്റേഴ്സിലാണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യുക? സെനർ ഡയോഡ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആയിരിക്കും. ഇനി നോക്കൂ, 7ാമത്തെ ക്വസ്റ്റ്യൻ. ദ IF ഓഫ് FM റിസീവർ ഈസ് 455 kHz, 144 MHz, 10.7 MHz, 98.7 MHz. നമ്മൾ FM-ന്റെ പഠിച്ചിട്ടുണ്ട്. 10.7 MHz ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി എന്ന് പറയാം റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 7 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു VNL minus VFL by VFL into 100, VFL minus VNL by VNL into 100, VNL minus VFL by VNL into 100, none of the above. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് PSC. കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് അല്ലാത്തത് കൊണ്ടായിരിക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻസൽഡ് ആണ് കേട്ടോ. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. JFET ഈസ് ഓൾസോ കോൾഡ് ബൈപോളർ ട്രാൻസിസ്റ്റർ, യൂണിപോളർ ട്രാൻസിസ്റ്റർ, യൂണിജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, നോൺ പോളാർ ട്രാൻസിസ്റ്റർ. ശരിക്കും JFET നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? JFET എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഒരു യൂണിപോളാർ ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആയിരിക്കും അതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. SCR ഹാസ് ഡാഷ് PN ജംഗ്ഷൻസ് 1, 2, 3, 4. SCRന് ശരിക്കും എത്ര PN ജംഗ്ഷൻസ് വരുന്നുണ്ട്? നിങ്ങളിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്കറിയാം 3 PN ജംഗ്ഷൻസ് വരുന്നുണ്ട് SCRന്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കൂ, റിപ്പിൾ ഫാക്ടർ ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ ഈസ് 1.21, 0.48, 0.99, 0.6. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, 0.48. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു അല്ലേ? 12ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കൂ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൈമറി കളേഴ്സ് യൂസിങ് ഇൻ എ കളർ ടെലിവിഷൻ, ഗ്രീന്, യെല്ലോ, റെഡ്, ഗ്രീന്, ബ്ലൂ, റെഡ്, ബ്ലൂ, വയലറ്റ്, റെഡ്, ബ്ലൂ, ഓറഞ്ച്. ശരിക്കും പ്രൈമറി കളേഴ്സ് ഏതാണ്? RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നോക്കൂ, ദ പർപ്പസ് ഓഫ് ലിമിറ്റർ സ്റ്റേജ് ഇൻ FM റിസീവർ ഈസ്, ദ പർപ്പസ് ഓഫ് ലിമിറ്റർ സ്റ്റേജ് ഇൻ FM റിസീവർ ഈസ് ടു ലിമിറ്റ് ദി ഫ്രീക്വൻസി വേരിയേഷൻ ഇൻ ദി FM സിഗ്നൽ, അല്ല. ടു ഗിവ് ബൂസ്റ്റ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ, അതുമല്ല. ടു ലിമിറ്റ് ദി ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് ഇൻ ദി FM സിഗ്നൽ, ഓൾ ഓഫ് ദി അബോവ്. ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസിനെ ലിമിറ്റ് ചെയ്യാനാണ് നമ്മൾ ലിമിറ്റേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത നോക്കിയേ, ഓസിലേറ്റേഴ്സ് ആർ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക്, നോ ഫീഡ്ബാക്ക്, റീജനറേറ്റീവ് ഫീഡ്ബാക്ക്, നൺ ഓഫ് ദി അബോവ്. റീജനറേറ്റീവ് ഫീഡ്ബാക്ക് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്തത്, ഇൻ ട്രാൻസിസ്റ്റർ BC147, first letter B indicate, used for audio frequency application, used for high frequency application, ജർമേനിയം NPN ട്രാൻസിസ്റ്റർ. അതിൽ B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജർമേനിയം വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ 15 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ ആണ്. The most popular commercial op-amp IC is IC555, IC708, IC709, IC741. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള op-amp IC എന്ന് പറയുന്നത് IC741 ആണ് കേട്ടോ, ഓപ്ഷൻ ഡി. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, NPN ആർ പ്രിഫേർഡ് ടു PNP ട്രാൻസിസ്റ്റർ ഫോർ. നമ്മൾ NPN ഉം PNP എടുക്കുന്നുണ്ടെങ്കിൽ NPN എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഈസി ടു യൂസ് ഇൻ പോസിറ്റീവ് സപ്ലൈ റെയിൽ, എ വൈഡ് റേഞ്ച് ഓഫ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, ഹയർ സ്വിച്ചിങ് സ്പീഡ്, നൺ ഓഫ് ദി അബോവ്. ശരിക്കും നമ്മൾ NPN പ്രിഫർ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഹയർ സ്വിച്ചിങ് സ്പീഡാണ് കേട്ടോ. അതുകൊണ്ടാണ് NPN പ്രിഫർ ചെയ്യുക. അടുത്ത് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിഗ്നൽ ഡയോഡ്? 1N4001, BY126, OA79,
BZ148. ഇതിൽ സിഗ്നൽ ഡയോഡ് എന്ന് പറയുന്നത് OA79 ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ദ ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീം ഇൻ എ പിക്ചർ ട്യൂബ് ഈസ് അച്ചീവ്ഡ് ബൈ ഇലക്ട്രോ മെക്കാനിക്കൽ മീൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക് മീൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് മീൻസ്, നൺ ഓഫ് ദി അബോവ്. ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വെച്ചിട്ടാണ് ഇതിൻ്റെ ബീം കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി നോക്കൂ 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻഡിക്കേറ്റ് ദി ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഇൻഡിക്കേറ്റ് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദ ഒപ്പാം ക്യാൻ ആംപ്ലിഫൈ ബോത്ത് AC ആൻഡ് DC. ദ ALU ആൻഡ് CU കൺട്രോൾ യൂണിറ്റ് ആണ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ആർ ജോയിൻലി നോൺ ആസ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. The AND gate gives output when all inputs are present. The NOR gate will have an output of 1 only when all inputs are 1. അപ്പോൾ ശരിക്കും ഇതൊരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റൻ അല്ല, ഡിജിറ്റൽ, മൈക്രോ കൺട്രോളർ, ഒപ്പാം, ഈ 3 സബ്ജക്റ്റും കൂടി കോമൺ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇതിൽ ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 1, 2, 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. എ NOR gate will have an output of 1 only when all inputs are 1. എല്ലാ ഇൻപുട്ടും 1 ആകുമ്പോൾ മാത്രം ഔട്ട്പുട്ട് വരുന്ന ഗേറ്റ് ആണോ NOR ഗേറ്റ്? ഇത് ശരിക്കും AND ഗേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി നോക്കൂ. ദ കളർ TV സിസ്റ്റം യൂസ്ഡ് ഇൻ ഇന്ത്യ ഫോർ TV ട്രാൻസ്മിഷൻ ഈസ് CCAM, MISCAM, NTSC, PAL. PAL സിസ്റ്റം അല്ലേ നമ്മൾ ഇന്ത്യയിൽ പ്രിഫർ ചെയ്യുന്നത്? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് നോക്കൂ. ദ ഫീൽഡ് ഫ്രീക്വൻസി ഇൻ PAL കളർ സിസ്റ്റം ഈസ് 50 Hz, 15625 Hz, 60 Hz, നൺ ഓഫ് ദി അബോവ്. PAL ആണെങ്കിൽ അതിൻ്റെ ഫീൽഡ് ഫ്രീക്വൻസി എന്നുള്ളത് ഫിക്സഡ് ആണ്. ഫീൽഡ് ഫ്രീക്വൻസി 50 Hz ആണ് കേട്ടോ. ഓപ്ഷൻ എ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നെക്സ്റ്റ് നോക്കിയേ. ദ ഫസ്റ്റ് ഡെവലപ്ഡ് സ്റ്റോറേജ് ടൈപ്പ് ക്യാമറ ട്യൂബ് ഈസ് ഇമേജ് ഓർത്തിക്കോൺ, പ്ലംബിക്കോൺ, ഐക്കണോസ്കോപ്പ്, വിഡിക്കോൺ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ക്യാമറ ട്യൂബ് എന്ന് പറയുന്നത് ഇമേജ് ഓർത്തിക്കോണോ പ്ലംബിക്കോണോ ഒന്നുമല്ല, അത് ഐക്കണോസ്കോപ്പ് എന്നുള്ളൊരു സ്പെഷ്യൽ ടൈപ്പ് ക്യാമറ ട്യൂബാണ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി നോക്കിയേ 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മോസ്റ്റ് പോപ്പുലർ ഓഡിയോ ഓസിലേറ്റർ ഈസ് കോൾപിറ്റ്, ഹാർട്ട്ലി, RC ഫേസ് ഷിഫ്റ്റ്, വെയിൻ ബ്രിഡ്ജ്. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഓഡിയോ ഓസിലേറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഓഡിയോ ഓസിലേറ്റർ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 25. The operation of thermocouple is based on Faraday's law, Seebeck effect, Thomson effect, none of the above. ശരിക്കും തെർമോകപ്പിൾ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് സീബെക്ക് എഫക്റ്റിന്റെ ബേസിലാണ്. നമ്മളതിന്റെ തിയറിയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. യെസ്. അടുത്ത നോക്കിയേ. യൂഷ്വൽ ഹീറ്റർ വോൾട്ടേജ് ഓഫ് എ പിക്ചർ ട്യൂബ് 12 വോൾട്ട്, 9 വോൾട്ട്, 6.3 വോൾട്ട്, 9.5 വോൾട്ട്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പിക്ചർ ട്യൂബിൻ്റെ ഹീറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് 6.3 വോൾട്ട് ആണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് നോക്കിയേ. ദ ക്യൂസിയൻ പവർ ഡിസിപ്പേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ വിത്ത് സ്മോൾ ഇൻപുട്ട്, വിത്ത് സിഗ്നൽ ഇൻപുട്ട്, വിത്ത് നോ സിഗ്നൽ ഇൻപുട്ട്, അണ്ടർ ഫുൾ ലോഡ്, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ശരിക്കും ക്യൂസിയൻ പവർ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്നത് നോ സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ വരാക്ടർ ഡയോഡ് ഈസ് യൂസ്ഡ് ഇൻ. വരാക്ടർ ഡയോഡ് എന്ന് പറഞ്ഞാൽ വേരി ക്യാപ്പ് ആണ് നമുക്കറിയാം. സ്വിച്ചിങ് സർക്യൂട്ട്, പവർ സപ്ലൈ റെക്ടിഫയർ, ട്യൂണിങ് സർക്യൂട്ട്, ഓൾ ഓഫ് ദി അബോവ്. ശരിക്കും ഓൾ ഓഫ് ദി അബോവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരില്ല എന്തായാലും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ട്യൂണിങ് സർക്യൂട്ടുകളിലാണ് നമ്മൾ വരാക്ടർ ഡയോഡ് അല്ലെങ്കിൽ വേരി ക്യാപ്പ് യൂസ് ചെയ്യുക. ഓപ്ഷൻ സി. അടുത്ത് നോക്കിയേ. ദ ടൈപ്പ് ഓഫ് ഡയോഡ് യൂസ്ഡ് ഇൻ എ 7 segment ഡിസ്പ്ലേ. 7 segment ഡിസ്പ്ലേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡ് ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം 7 segment ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ 8 എന്നുള്ളൊരു നമ്പർ പോലെയാണ്. അത് ഡിഫറെൻറ്റ് LED വെച്ചിട്ടാണ് നമ്മൾ ആ പാറ്റേൺ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 segmentൽ യൂസ് ചെയ്യുന്നത് LEDs ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. മനസ്സിലായല്ലോ? ആ വേർഡിൽ തന്നെ ഉണ്ട്. 7 segment ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ LED ആണ് കേട്ടോ. യെസ്. IC 7912 പ്രൊവൈഡ്സ് ആൻ ഔട്ട്പുട്ട് ഓഫ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 78 എന്നുള്ള സീരീസുകളാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. 79 എന്നുള്ള സീരീസ് ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും.
ആ 7-9 കഴിഞ്ഞുള്ള ആ വോൾട്ടേജ് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ 7812 എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് 12 വോൾട്ട് ആയിരിക്കും. 7912 എന്ന് പറഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നെഗറ്റീവ് 12 വോൾട്ട് ആയിരിക്കും. ഓപ്ഷൻ സി. അടുത്ത് നോക്കിയേ, ദ വാല്യൂ ഓഫ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ ലൈസ് ഇൻ ദി റേഞ്ച് ഓഫ്. ആൽഫ ശരിക്കും അപ്രോക്സിമേറ്റ്ലി 1 ആയിരിക്കും ആൽഫേൻ്റെ വാല്യൂ വരിക. അപ്രോക്സിമേറ്റ്ലി 1 എന്ന് പറഞ്ഞാൽ ഇതിലാകെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 0.99 to 0.999 ഇതായിരിക്കും ആൽഫയുടെ വാല്യൂ. അടുത്ത് നിങ്ങൾ നോക്കിയേ, ഇൻഡിക്കേറ്റ് ദി ഫോൾ സ്റ്റേറ്റ്മെന്റ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ, ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ, ആൽഫ ഈക്വൽ ടു 1 മൈനസ് ബീറ്റ ബൈ ബീറ്റ, ഐ ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. ഇതിൽ ശരിക്ക് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മേ ബി ഇതിൽ രണ്ട് ഓപ്ഷൻസ് ഒക്കെ റോങ് വരുന്നതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 32nd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PSC തന്നെ റിമൂവ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കിയാൽ 33. ഇൻ എ ക്ലാസ് എ ബി പവർ ആംപ്ലിഫയർ Q point is at the origin of characteristics, in the middle of active region, at the cut-in point of the characteristics, beyond the origin of characteristics. അപ്പോൾ നമ്മൾ ക്ലാസ് ആംപ്ലിഫയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ അത് എക്സാക്ട്ലി ഈ എക്സ് ആക്സിസിലാണ് നമ്മൾ Q പോയിന്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലാസ് ബി. സെൻറ്റർ ഓഫ് ദി DC നോഡ് ലൈനിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലാസ് എ. ഈ കട്ട് ഓഫ് റീജിയൻ്റെ താഴെയാണെങ്കിൽ അത് ക്ലാസ് സി. ശരിക്കും എക്കും ബിക്കും ഇൻ ബിറ്റ്വീൻ ആണെങ്കിലാണ് അത് ക്ലാസ് എ ബി. ശരിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. കണ്ടോ, ഒറിജിൻ അല്ല, മിഡിൽ അല്ല, കട്ടിംഗ് പോയിന്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, ബിയോണ്ട് ദി ഒറിജിൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സും അല്ല. അപ്പോൾ ഈ 4 ഓപ്ഷൻ തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിനും PSC എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 4-5 ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത നമ്പർ ഓഫ് പാരാസിറ്റിക് എലമെന്റ് ഇൻ യാഗി ആന്റിന. യാഗി ആന്റിനയിലുള്ള പാരാസിറ്റിക് എലമെന്റ് എണ്ണം 1, 2, 3, 4. 2 പാരാസിറ്റിക് എലമെന്റ് ആണ് സാധാരണ യാഗിയുടെ വരിക. ഓക്കെ, അത് ആന്റിന സെഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അടുത്ത നോക്കിയാൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ഇക്വിറ്റോറിയൽ ഓർബിറ്റ് അറ്റ് ദി ഹൈറ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 1500 കിലോമീറ്റർ, 3600 കിലോമീറ്റർ, 2000 കിലോമീറ്റർ, നൺ. ശരിക്കും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഇരിക്കുന്നത് 36,000 കിലോമീറ്റേഴ്സിലാണ്. 36,000 കിലോമീറ്റേഴ്സ്. അപ്പോൾ 36,000 കിലോമീറ്റർ എന്നുള്ള ഓപ്ഷനിലില്ല. അതിനടുത്തിരിക്കുന്ന ഒരു വാല്യൂ പോലും ഓപ്ഷനിലില്ല. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 3 ഡാറ്റാബേസും തെറ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ വരുന്നത് നൺ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ദ ഇമേജ് ഫ്രീക്വൻസി ഓഫ് എ സ്റ്റേഷൻ ഫ്രീക്വൻസി ഓഫ് 1500 കിലോഹെർട്സ് ഈസ്. ഇമേജ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫ്രീക്വൻസി ആഡ് ചെയ്താൽ മതി. 455 കിലോഹെർട്സ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഇമേജ് ഫ്രീക്വൻസി കിട്ടും. അതിൻ്റെ 455 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1955 കിലോഹെർട്സ് എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ഇമേജ് ഫ്രീക്വൻസി. അതായത് ഓപ്ഷൻ ബി. കൺഫ്യൂഷൻ ആവരുത്. യെസ്. 37ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ കൺസേണിങ് ദ പാരലൽ സർക്യൂട്ട്? Total resistance will be smaller than smallest resistor. Total resistance will be decreased when one of the resistance is removed. The total voltage drop is same as the total resistance. The total ampere remains the same regardless of the resistance. അപ്പോൾ ഇതിൽ ഏതാണ്? പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് the total resistance will be smaller than the smallest resistor എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഷോക്കി ഡയോഡ് ഈസ് ഓൾസോ നോൺ ആസ്. പെൽറ്റിയർ ഡയോഡ്, ഷോക്കി ഡയോഡ്, പിൻ ഡയോഡ്, ഹോട്ട് കാരിയർ ഡയോഡ്. ഇത് ഷോക്ലി ആണ് കേട്ടോ, ഷോക്ലി. അപ്പോൾ ശരിക്കും ഷോക്കി ഡയോഡിൻ്റെ അതർ നെയിം എന്ന് പറയുന്നത് ഹോട്ട് കാരിയർ ഡയോഡ് എന്നും ഷോക്കി ഡയോഡ് അറിയപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഡി ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, ഇഫ് എ 1 megahertz carrier is amplitude modulated with a 5 kilohertz audio signal, then the upper frequency is. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അത് കമ്മ്യൂണിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 1 megahertz തന്നിട്ടുണ്ട് കാരിയർ. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വിത്ത് എ 5 kilohertz audio signal. ദ അപ്പർ സൈഡ് ഫ്രീക്വൻസി ഈസ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ 1 megahertzന്റെ കൂടെ 1 megahertz എന്ന് പറഞ്ഞാൽ 1 × 10⁻6 പ്ലസ് FC പ്ലസ് FM കണ്ടുപിടിച്ചാൽ മതി അല്ലേ? FM എത്രയാ? 5 kilohertz അല്ലേ? 5 × 10⁻3. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിൽ. ഓപ്ഷൻ ബി, 1005 കിലോഹെർട്സ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. യെസ്, 1005, അതായത് കിലോഹെർട്സിലാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ 1000 മെഗാഹെർട്സ് പ്ലസ് 5 കിലോ ഹെർട്സ്, അതാണ് അതിൻ്റെ ആൻസർ വരിക, ഓപ്ഷൻ ബി. അടുത്ത നോക്കിയേ, ട്രാൻസിസ്റ്റർ ഈസ് എ ഡാഷ് ഡിവൈസ്, ബൈപോളർ, യൂണിപോളർ, കോൺസ്റ്റന്റ് കറണ്ട്, കോൺസ്റ്റന്റ് വോൾട്ടേജ്. ഇത് ശരിക്കും ഏത് ട്രാൻസിസ്റ്റർ ആണെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. എന്തായാലും ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ബൈപോളർ ഡിവൈസ് ആണ്. ഇതാണ് PSCയുടെ ആൻസർ കീയിൽ ഉണ്ടായിരുന്നത്, ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ 40 ക്വസ്റ്റ്യൻസ് വരെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 1000 പൈക്കോ ഫാരഡ് ഈസ് ഈക്വൽ ടു 0.01 നാനോ ഫാരഡ്, 0.001 മൈക്രോ ഫാരഡ്, 0.1 നാനോ ഫാരഡ്, 1 നാനോ ഫാരഡ്. അപ്പോൾ എന്തായാലും ഇതിൽ ഒരു ഉത്തരവേ വരുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ 1000 പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താ, 1000 × 10⁻12 അല്ലേ? 1000 നമുക്ക് എങ്ങനെ എഴുതാം, 10⁻³ × 10⁻−12. അപ്പോൾ 10⁻³ × 10⁻−12 എന്ന് പറഞ്ഞാൽ 10⁻−9 കിട്ടും. 10⁻−9 എന്ന് പറഞ്ഞാൽ ഏതാവും ആൻസർ വരിക, 1 നാനോ ഫാരഡ് എന്ന് പറഞ്ഞായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക. 1 നാനോ ഫാരഡ്, അതല്ലേ അത് ഏറ്റവും സൂട്ടബിൾ ആൻസർ വരുന്നത് തന്നെയല്ലേ? യെസ്. അടുത്ത് നിങ്ങൾ നോക്കിയേ, 223 ഓൺ എ കപ്പാസിറ്റർ റെപ്രസെൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 223 എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പാസിറ്ററിന്റെ നമ്പറിങ് പഠിച്ചിട്ടുണ്ട് അല്ലേ? കപ്പാസിറ്ററിന്റെ നമ്പറിങ് പ്രകാരം ഒരു കപ്പാസിറ്ററിൽ നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒന്നിനേക്കാളും ചെറിയ നമ്പർ ആണെങ്കിൽ അത് മൈക്രോ ഫാരഡിലായിരിക്കും, ഒന്നിനേക്കാളും വലിയ നമ്പർ ആണെങ്കിൽ ഇത് പൈക്കോ ഫാരഡിലായിരിക്കും. ഒരു കപ്പാസിറ്ററിൽ 3 നമ്പേഴ്സ് പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3ാമത്തെ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര സീറോസ് ഉണ്ടെന്നാണ്, അത് പൈക്കോ ഫാരഡിലായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ആൻസർ 22 കഴിഞ്ഞിട്ട് 3 സീറോ വരും, ഇത്രയും പൈക്കോ ഫാരഡ് ആയിരിക്കും. അപ്പൊ നോക്കിയേ, 22,000 പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 22 നാനോ ഫാരഡ് അല്ലേ? ഇത് കറക്റ്റാ. 22,000 പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 0.022 മൈക്രോ ഫാരഡ് അല്ലേ? 10⁻⁻6 അല്ലേ? യെസ്, അത് തന്നെയല്ലേ 22,000 പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളെ നോട്ട് ചെയ്യുന്ന ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ സി മാത്രമല്ല, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദി അബോവ്. ഇതിലെല്ലാം റൈറ്റ് ആൻസേഴ്സ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത നോക്കിയേ, വിച്ച് ടെസ്റ്റ് എക്യുപ്മെന്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി സിഗ്നൽ ഫ്രീക്വൻസി ആൻഡ് വേവ് ഷേപ്പ്? മൾട്ടിമീറ്റർ, ഫ്രീക്വൻസി കൺവേർട്ടർ, സിഗ്നൽ ജനറേറ്റർ, ഓസിലോസ്കോപ്പ്. അപ്പോൾ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നത് ഏതാണ്? ഓസിലോസ്കോപ്പ് അല്ലേ? യെസ്. അടുത്ത നോക്കിയേ, 44 അല്ലേ? 44 നോക്കിയേ, an IC has 2 rows of parallel pins. The device is referred to QFB, DIP, SIL, ZIF. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു IC ആണ് അല്ലേ? ഒരു IC. ആ IC എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? ആ ICയുടെ പാറ്റേൺ അതൊരു, ഇപ്പൊ ഇവിടെ 7 പിന്നുകൾ ഉണ്ടെങ്കിൽ ഇവിടെയും 7 പിന്നുകളുണ്ട്. ശരിക്കും ഇത് ഏത് പാക്കേജ് ആണ്? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ദിസ് ഇസ് കോൾഡ് ഡുവൽ ഇൻലൈൻ പാക്കേജ്. അതായത് 14 പിന്നുള്ള ഒരു IC ആണെങ്കിൽ 7 പിന്ന് ലെഫ്റ്റ് സൈഡിലും 7 പിന്ന് റൈറ്റ് സൈഡിലും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും കറക്റ്റ്? ഡിപ്പ് ഈസ് ദി കറക്റ്റ് ആൻസർ. ഡുവൽ ഇൻലൈൻ പാക്കേജ്. മനസ്സിലായോ? യെസ്. അടുത്ത് നോക്കിയേ, ദ കളർ സബ് കാരിയർ ഫ്രീക്വൻസി ഓഫ് NTSC സിസ്റ്റം. NTSC സിസ്റ്റത്തിന്റെ കളർ സബ് കാരിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. 3.57945 മെഗാഹെർട്സ്, 4.4361875 മെഗാഹെർട്സ്, 1.5 മെഗാഹെർട്സ്, 4.57945 മെഗാഹെർട്സ്. ഇത് PAL എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഓപ്ഷൻ ബി എഴുതും. അല്ല, ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് നമുക്ക് NTSC സിസ്റ്റം ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ ഏതാ വരിക? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും കേട്ടോ. ഓക്കെ, 46ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. ദ VHF പോർഷൻ ഓഫ് റേഡിയോ സ്പെക്ട്രം ഈസ് ബിറ്റ്വീൻ. എന്താണ് VHF എന്ന് പറഞ്ഞാൽ? വെരി ഹൈ ഫ്രീക്വൻസി അല്ലേ? 300 and 3000 മെഗാഹെർട്സ്, 30 and 300 മെഗാഹെർട്സ്, 4000 മെഗാഹെർട്സ് and 1 ജിഗാഹെർട്സ്, 530 and 1650 കിലോ ഹെർട്സ്. ശരിക്കും ഏതാണ് വെരി ഹൈ ഫ്രീക്വൻസി? നമുക്ക് എല്ലാവർക്കും അറിയാം 30 and 300 മെഗാഹെർട്സ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. നമ്മൾ ശരിക്കും ഒരു മൊത്തം ഒരു ഫ്രീക്വൻസി ബാൻഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി തൊട്ട് എക്സ്ട്രീംലി ഹൈ ഫ്രീക്വൻസി വരെ. അപ്പോൾ VHF ശരിക്കും വരുന്നത് 30-300 മെഗാഹെർട്സ് ആയിരിക്കും അല്ലേ? അടുത്ത് നോക്കിയേ, ഹ്യൂ ഇൻഡിക്കേറ്റ്സ് കളർ ഇൻറ്റൻസിറ്റി, ബ്രൈറ്റ്നസ്, ഡോമിനന്റ് വേവ് ലെങ്ത് ഓഫ് കളർ, ലുമിനൻസ്. ശരിക്കും ഹ്യൂ എന്ന് പറയുന്നത് ഡോമിനന്റ് വേവ് ലെങ്ത് ഓഫ് കളറാണ്. ഒരു കളറിന്റെ ഡോമിനന്റ് വേവ് ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹ്യൂ എന്ന് പറയാം. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? യെസ്. അടുത്തത്, ദ വീഡിയോ ബാൻഡ് വിഡ്ത്ത് ഇൻ PALM കളർ ടെലിവിഷൻ സിസ്റ്റം ഈസ്
5 MHz, 5.5 MHz, 6 MHz, 4.2. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, PALM കളർ ടെലിവിഷൻ നമ്മളിപ്പോൾ കേട്ടിട്ടില്ല, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4.2 MHz ആണ് കേട്ടോ, ഓർത്ത് വെച്ചാൽ മതി. യെസ്. അടുത്തത് നോക്കിക്കേ, ദ ഫസ്റ്റ് ടാസ്ക് ഓഫ് DOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം after loading into the memory is the use of the file called system.ini, autoexec.bat, config.sys, himem.syst. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ DOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് എഴുതാം. ഇതിൻ്റെ ആൻസർ വരുന്നത് config.sys എന്നുള്ള ഒരു കമാൻഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 50ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The register in 8085A, the register in 8085A is used to track the memory address of the next opcode to be run is the instruction pointer, accumulator, program counter, stack pointer. ശരിക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നത് ആക്ച്വലി എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോഗ്രാം കൗണ്ടർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത 51, when subtract 10 from 11 the result is, ഈ 10 എന്നുള്ളത് ബൈനറി ആണ്, 11 എന്നുള്ളതും ബൈനറി ആണ്. ശരിക്കും 3ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ 1 ആണ്. അപ്പോൾ 1 ബൈനറി എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ, 1 ഡെസിമൽ എന്ന് പറയുന്നത് ശരിയാണ്, 1 ഒക്ടൽ എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ശരിക്കും ഈ ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ചെയ്തു, എന്താ കാരണം എന്നറിയില്ല, ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കാം. ശരിക്കും ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ, ശരിക്കും 3ൽ നിന്ന് 2 കുറച്ച് 1 കിട്ടണം. അത് ഡെസിമൽ ആയാലും ഒക്ടൽ ആയാലും ബൈനറി ആയാലും കറക്റ്റാണ്. ശരിക്കും ഓൾ ഓഫ് ദി എബോവ് ആണ് വരേണ്ടത്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ചെയ്തു. അടുത്ത് നോക്കിയേ, ദ ബൈനറി ഇക്വാലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 0.0625 ഈസ് 0.0625 എന്നുള്ള നമ്പർ ഒരു ഫ്രാക്ഷണൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ബൈനറി ഇക്വാലന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്താൽ 0.0625 എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. 0.0001 ആണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ, 0.0001 എന്ന് പറഞ്ഞാൽ ബൈനറിന്റെ ഇക്വാലന്റ് ഡെസിമൽ എത്രയാണ്? ഇത് 10⁻⁻1, 2⁻⁻1, 2⁻², 2⁻3, 2⁻⁻4. 2⁻⁻4 ആണ് ശരിക്ക് 0.00625 വരിക. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ഷാഡോ മാസ്ക് ഇൻ എ കളർ പിക്ചർ ട്യൂബ്, റെഡ്യൂസ് എക്സ്റേ എമിഷൻ, ensure that the electron beam hits only the correctly colored phosphor dot and does not illuminate more than one dot, to increase the screen brightness, none of the above. അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ കളർ TV ഒക്കെ പഠിച്ചപ്പോൾ, കളർ പിക്ചർ ട്യൂബ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഷാഡോ മാസ്ക് പഠിക്കുന്നുണ്ട്. ശരിക്കും ഇതിൽ 3 ഇലക്ട്രോൺ ഗൺസ് ഉണ്ടായിരിക്കും നമ്മുടെ പ്രൈമറി കളേഴ്സിന്. അപ്പം 3 ഇലക്ട്രോൺ ഗണ്ണിലുള്ള പ്രൈമറി കളേഴ്സ് കറക്റ്റായിട്ട് ഇതിലേക്ക് ബഞ്ച് ചെയ്യാനാണ് നമ്മൾ ഷാഡോ മാസ്ക് യൂസ് ചെയ്യുക. ആ ഹോൾസിലൂടെയാണ് അത് കടന്നു പോവുക. അപ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആൻസർ ഏതായിരിക്കും? ടു എൻഷുർ ദാറ്റ് ദ ഇലക്ട്രോൺ ബീം ഹിറ്റ്സ് ഓൺലി ദി കറക്റ്റ്ലി കളേർഡ് ഫോസ്ഫർ ഡോട്ട്സ് ആൻഡ് ഡസ് നോട്ട് ഇല്ലുമിനേറ്റ് മോർ ദാൻ 1 ഡോട്ട്. ഇതല്ലേ കറക്റ്റ് ആൻസർ വരിക? ഓക്കെ, അടുത്ത് നോക്കിക്കേ, ദ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് എ ക്രിസ്റ്റൽ ലൗഡ് സ്പീക്കർ ഈസ്, ദ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് എ ക്രിസ്റ്റൽ ലൗഡ് സ്പീക്കർ ഈസ് റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ്, നൺ ഓഫ് ദി അബോവ്. ശരിക്കും നമ്മൾ ആ ലൗഡ് സ്പീക്കറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയണം ഇതിൻ്റെ ആൻസർ പറയണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കപ്പാസിറ്റീവ് എന്നാണ് കേട്ടോ, ഓപ്ഷൻ സി. മനസ്സിലായോ നിങ്ങൾക്ക് പറയുന്നത്? അപ്പോൾ നമ്മൾ വളരെ ക്വിക്കായിട്ടാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, എനിവേ അടുത്ത് നിങ്ങൾ നോക്കൂ, 55 ആണ് അല്ലേ. ദ ടൈപ്പ് ഓഫ് പവർ ആംപ്ലിഫയർ ഈസ് ബയാസ്ഡ് ഫോർ ദി ഓപ്പറേഷൻ at less than 180 degree of the cycle. Class A, Class B, Class C, Class D. ശരിക്കും ഇതിൻ്റെ ആൻസർ ഏതാ വരിക? ശരിക്കും ഒരു ഫുൾ 360 ഡിഗ്രി ഔട്ട്പുട്ട് വരികയാണെങ്കിൽ അത് ക്ലാസ് എ ആണ്. 180 ഡിഗ്രി വരികയാണെങ്കിൽ അത് ക്ലാസ് ബി ആണ്. 180ക്കും 360ക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരികയാണെങ്കിൽ അത് ക്ലാസ് എ ബി ആണ്. 180ക്കും താഴെ വരികയാണെങ്കിൽ അത് ശരിക്കും ക്ലാസ് സി ആണ്. ശരിക്കും നമുക്ക് ക്ലാസ് സി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം ക്ലാസ് ഡി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ക്ലാസ് ടിയും ശരിക്കും 180 ബിലോ അല്ലേ. അപ്പം നമുക്കിവിടെ സ്പെസിഫിക്കലി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇത് ഏറ്റവും തൊട്ട് താഴെ ഇരിക്കുന്നത് ക്ലാസ് സി ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. അടുത്ത് നോക്കിക്കേ, ഫോർ ക്ലാസ് ബി ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ് ഇൻ ദ ക്യൂ പോയിന്റ് ഈസ് സെറ്റ് അറ്റ് സാച്ചുറേഷൻ,
കട്ട് ഓഫ്, ആക്റ്റീവ് റീജിയൻ നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പവർ ആംപ്ലിഫയറിൻ്റെ ബേസിക് തിയറി പറഞ്ഞപ്പോൾ ഇതാണ് അതിൻ്റെ ലോഡ് ലൈൻ എങ്കിൽ ഈ ലോഡ് ലൈനിൽ ഈ എക്സാക്ട്ലി ഈ കട്ട് ഓഫ് റീജിയനിലാണ് നമ്മൾ ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനെയാണ് ക്ലാസ് ബി എന്ന് പറയാം. എക്സാക്ട്ലി സെൻറ്റർ ഓഫ് ദി ഡി സി ലോഡ് ലൈൻ ആണെങ്കിൽ അത് ക്ലാസ് എ ആണ്. അതിന് രണ്ടിനും ഇൻബിറ്റ്വീൻ ആണെങ്കിൽ അത് ക്ലാസ് എ ബി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതായിരിക്കും? ഫോർ ക്ലാസ് ബി ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ് ദ ക്യൂ പോയിന്റ് ഈസ് സെറ്റ് അറ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി കേട്ടോ. മനസ്സിലായോ? യെസ്. നെക്സ്റ്റ്, ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയേഴ്സ് improve the signal to noise ratio at the input, improve the signal to noise ratio at output, does not affect the signal to noise ratio at the output, does not affect the signal to noise ratio at the input. ഇതിൽ ഏതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്? ഇംപ്രൂവ്സ് ദി സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ദി ഔട്ട്പുട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്. നെക്സ്റ്റ് 58 നോക്കാം. 58 നോക്കിക്കേ. The three terminal of IGBTs are അല്ലേ കളക്ടർ ബേസ് എമിറ്റർ, ഡ്രെയിൻ സോഴ്സ് ഗേറ്റ്, ആനോഡ് കാഥോഡ് ഗേറ്റ്, കളക്ടർ എമിറ്റർ ഗേറ്റ്. ഇത് കറക്റ്റ് ആണോ ഈ സ്റ്റേറ്റ്മെന്റ്? നമ്മൾ ഒറ്റയടിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ എഴുതും. ഈ 4 ഓപ്ഷനും ശരിക്കും തെറ്റാ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താ? ശരിക്കും ഒരു IGBT എന്ന് പറഞ്ഞാൽ എമിറ്ററും കളക്ടറും ഗേറ്റും ആണ് അതിന് വരിക. എമിറ്ററും കളക്ടറും ഗേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 4 ഓപ്ഷനും തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ PSC എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. കാരണം 4 ഓപ്ഷനും എന്തല്ല? കറക്റ്റ് അല്ല. ഓക്കെ. ഇനി 59 നോക്കിയേ. 59, an ideal voltage source has very high internal resistance, infinite internal resistance, very low internal impedance, zero internal impedance. അപ്പോൾ സീറോ ഇന്റേണൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഓപ്ഷൻ ഡി അല്ലേ. അടുത്ത 60 നോക്കിയേ. A complete program that converts the entire program into machine language at one time is interpreter, simulator, commander, compiler. ഇത് ശരിക്കും ഏതാ വരിക? അതിന് ആൻസർ കമ്പൈലർ അല്ലേ അത് ചെയ്യുന്നത്? യെസ്. ഇനി നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ 61 അല്ലേ. 61 എന്താ? 1 GB is equal to 1024 byte, 1024 kilobyte, 1024 മെഗാബൈറ്റ്, 1024 ജിഗാബൈറ്റ്. ഇത് ഏതൊരു കുട്ടീനോട് ചോദിച്ചാൽ ഇതിന്റെ ആൻസർ പറയും. 1024 MB എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു GB എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ റൈറ്റ് ആൻസർ വരിക. അടുത്ത 62 നോക്കിയേ. ദ വേർഡ് ലെങ്ത് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് മെഷേർഡ് ഇൻ ബൈറ്റ്, മില്ലിമീറ്റർ, മീറ്റേഴ്സ്, ബിറ്റ്സ്. ശരിക്കും ബിറ്റ്സിലാണ് നമ്മൾ വേർഡ് ലെങ്ത് മെഷർ ചെയ്യുക, ബിറ്റ്സ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരിക 62. അപ്പോൾ നമ്മൾ 62 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. 63ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. CD-ROM ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി, മെമ്മറി രജിസ്റ്റർ, മാഗ്നറ്റിക് മെമ്മറി, നൺ ഓഫ് ദി അബോവ്. ശരിക്കും ഇതൊരു ഒപ്റ്റിക്കൽ ഡിവൈസ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ 3 ഓപ്ഷനും കറക്റ്റ് അല്ല. നൺ ഓഫ് ദി അബോവ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? യെസ്. അടുത്ത നോക്കിയേ. നെയിം ഓർ നമ്പർ യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻ എ മൈക്രോ പ്രൊസസർ ഈസ്. അപ്പൊ എന്താ പറയുന്നത്? ദ നെയിം ഓർ നമ്പർ യൂസ്ഡ് ടു ഐഡന്റിഫൈ സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻ മൈക്രോ പ്രൊസസർ ഈസ് കോൾഡ് ബൈറ്റ്, ബിറ്റ്, അഡ്രസ്, നൺ ഓഫ് ദി അബോവ്. സ്റ്റോറേജ് ലൊക്കേഷനിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റോറേജ് ലൊക്കേഷൻ എന്തായിരിക്കും? അഡ്രസ്. ഓക്കെ. അടുത്ത നോക്കിയേ. മൈക്രോ പ്രൊസസർ ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് കാൽക്കുലേറ്റേഴ്സ്, ഡിജിറ്റൽ സിസ്റ്റം, കമ്പ്യൂട്ടർ, ഓൾ ഓഫ് ദി അബോവ്. ശരിക്ക് ഇത് മൈക്രോ പ്രൊസസർ എന്ന് പറയുന്ന കാൽക്കുലേറ്റേഴ്സിൽ യൂസ് ചെയ്യാം അല്ലേ, ഡിജിറ്റൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം, കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് നോക്കിയേ. ദ ലാംഗ്വേജ് ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സിക്യൂട്ട് ഈസ് കോൾഡ് സിസ്റ്റം പ്രോഗ്രാം, അപ്ലിക്കേഷൻ ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ശരിക്കും സിസ്റ്റത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. ബാക്കിയൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ. അടുത്ത് നോക്കിയേ. മീഡിയം വേവ് ട്രാവൽസ് ആസ് സ്പേസ് വേവ്, സർഫസ് വേവ്, സ്കൈ വേവ്, നൺ ഓഫ് ദി അബോവ്. ശരിക്കും മീഡിയം വേവ് ഏതാണ്? സർഫസ് വേവ് അല്ലേ. ഓപ്ഷൻ ബി. ഓക്കെ. അപ്പോൾ നമ്മൾ 67 ക്വസ്റ്റ്യൻ പറഞ്ഞു. 68ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 68 അല്ലേ. UJT relaxation oscillator produces a sawtooth waveform at B1 terminal, at B2 terminal,
അക്രോസ് ദി കപ്പാസിറ്റർ നൺ ഓഫ് ദിസ്. ശരിക്കും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടല്ലേ സോ ടൂത്ത് വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഏതാവും ഇതിൻ്റെ കറക്റ്റ് ആൻസർ? സി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യെസ്. നെക്സ്റ്റ്, the voltage regulation of commercial power supplies have 2%, 10%, 15%, within 1%. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ആവുകയാണ് വേണ്ടത്, ഏറ്റവും ലീസ്റ്റ് ആവുക. അപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരിക്കുന്ന പവർ സപ്ലൈസ് വിത്തിൻ 1% എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. അതിൽ കൂടാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ്, ട്രയാക് ഈസ് എ 4-terminal device like bidirectional SCR, have 3 layers, have 2 junctions. അപ്പോൾ ഏതാണ് ട്രയാക്ക്? ഒരു ബൈഡയറക്ഷണൽ SCR അല്ലേ, നമ്മൾ തിയറിയിൽ പഠിക്കുന്നുണ്ട് അതൊക്കെ അല്ലേ? യെസ്. അടുത്തത്, മൾട്ടി വൈബ്രേറ്റർ ഹാവിങ് 1 ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ ഒറ്റ സ്റ്റേബിൾ സ്റ്റേറ്റും ഇല്ലാത്ത മൾട്ടി വൈബ്രേറ്റർ അസ്റ്റേബിൾ. 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് ബൈസ്റ്റേബിൾ. ഒരേ ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളൂ എങ്കിൽ അത് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിരിക്കും. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് AC സിഗ്നൽ ആൻഡ് ടൈം പീരിയഡ് ഈസ്. ഫ്രീക്വൻസിയും ടൈം പീരിയഡും തമ്മിലുള്ള റിലേഷൻ എന്താ? F = 1/t അല്ലെങ്കിൽ T = 1/f. അപ്പോൾ ഏതാണ് കറക്റ്റ്? F = 1/t എന്ന് പറഞ്ഞാൽ തെറ്റാണ്. F = 1/t, F = t², F = 2t. F = 1/t അല്ലേ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ബി. മനസ്സിലായില്ലേ നിങ്ങൾക്ക് ലോജിക്ക്? ഓക്കെ, 73ാമത്തെ ക്വസ്റ്റ്യൻ. ഫങ്ഷൻ ഓഫ് നോട്ട് ഗേറ്റ് ഈസ് യൂണിവേഴ്സൽ ഗേറ്റ്, ഇൻവേർട്ട് ആൻഡ് ഇൻപുട്ട് സിഗ്നൽ, ബ്ലോക്ക് എ സിഗ്നൽ, നൺ ഓഫ് ദി അബോവ്. എല്ലാവർക്കും അറിയാം നോട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഇൻപുട്ടിനെ ഇൻവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കിയേ, ദ വാല്യൂ ഓഫ് ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഓൾവേസ് <1, =1, <1, നൺ. അപ്പോൾ ഡീജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും 1നേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ? നെക്സ്റ്റ് നോക്ക്, ഫോർ എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വെൻ വി ഗിവ് 10 volt as input voltage, it draws 2 milliampere current. വാട്ട് ഈസ് ദി ഇൻപുട്ട് ഇമ്പിഡൻസ്? അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഓംസ് ലോ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും. നമുക്ക് വോൾട്ടേജ് തന്നിട്ട് കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓംസ് ലോ അപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ ഓംസ് ലോ അപ്ലൈ ചെയ്ത് എന്താ വരിക? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 6 ആണ് അല്ലേ? നമുക്ക് V തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്. അപ്പോൾ 10/2 ആണ് വരിക. 10/2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 5 kilo ohm എന്നായിരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ആൻസർ കിട്ടും 5 kilo ohm അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഓഫ് എ UJT ഈസ് RB1 plus RB2 by RB1, RB1 plus RB2, RB1 by RB1 plus RB2, RB1 plus RB2 by RB2. ശരിക്കും ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? UJTൻ്റെ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഒക്കെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഇതാണ്, RB1 / RB1 plus RB2, അതായത് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ 76 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നിങ്ങൾ നോക്കൂ, 77ാമത്തെ ക്വസ്റ്റ്യൻ. 77ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ ആക്റ്റീവ് കോമ്പണന്റ് ഇൻ IC റെസിസ്റ്റർ, ഇൻഡക്ടർ, ട്രാൻസിസ്റ്റർ ആൻഡ് ഡയോഡ്, കപ്പാസിറ്റർ. അതിൽ ശരിക്കും പറഞ്ഞാൽ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും പാസീവ് കോമ്പണൻസ് ആണ്. ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പണൻസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ ആൻഡ് ഡയോഡ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത നോക്കിയാൽ മോസ്ഫെറ്റ് ക്യാൻ ഓപ്പറേറ്റ് പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ഓൺലി, നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ഓൺലി, പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്, അതുപോലെ നൺ ഓഫ് ദി അബോവ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാ? പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവിലാണ് മോസ്ഫെറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. രണ്ടും കറക്റ്റ് ആണ് അല്ലേ? അടുത്ത് നോക്കിയേ, an amplifier has a voltage gain of 150 and beta = 110. Calculate the power gain. 25,400, 16,500, 260, 165. ശരിക്കും നമ്മൾ ആൽഫ, ബീറ്റ, ഗാമയൊക്കെ നിങ്ങൾ പഠിക്കണം. ഇതിൽ ശരിക്കും ബീറ്റ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ പാരാമീറ്റർ ആണ്. കോമൺ എമിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എമിറ്റർ നമ്മൾ കോമൺലി ഗ്രൗണ്ട് ചെയ്തു, കളക്ടർ ഔട്ട്പുട്ട്, ബേസ് ഇൻപുട്ട്, അതായത് IC/IB ആണ് ബീറ്റ. എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഗെയിൻ തന്നിട്ടുണ്ട്, അതുപോലെ ബീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാവും ചെയ്യേണ്ടി വരിക? പവർ ഗെയിൻ കാണാൻ പറഞ്ഞാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. 150 × 110 ആണ് വരിക അല്ലേ? അതായത് ബീറ്റ × IB ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 16,500 എന്നായിരിക്കും, ഓപ്ഷൻ ബി. അടുത്ത നോക്കിയേ, ദ തെർമൽ റൺ അവേ ഹാപ്പൻസ് വെൻ
ട്രാൻസിസ്റ്റർ ഈസ് നോട്ട് ബയാസ്ഡ്, ഹൈ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്, റിവേഴ്സ് ബയാസ് ഓഫ് എമിറ്റർ, നൺ ഓഫ് ദിസ്. അപ്പോൾ തെർമൽ റണ്ണവേ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ഈസ് നോട്ട് ബയാസ്ഡ് എന്ന് പറയുന്നത് കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ. അപ്പോൾ ഈ 80 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. 80 ക്വസ്റ്റ്യൻ ഇതിൽ വരാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ബാക്കി 20 ക്വസ്റ്റ്യൻ ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസ് ആണ്, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തവണ ചോദിക്കുന്നതിൽ എന്തായാലും 100 മാർക്സും എന്തായിരിക്കും, ടെക്നിക്കൽ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു രൂപം കിട്ടിയല്ലോ. അപ്പോൾ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കുറച്ചും കൂടി മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം. കൂടുതലും നിമി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്, കാരണം ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ സിലബസ് കവറേജ് വരുന്ന ഒരു ക്ലാസ് ആണ്, നമ്മൾ ഓൺലൈൻ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൺസ്യൂമർ ഇലക്ട്രോണിക്സിനും ഇമെക്കിനും കോമൺ ആയിട്ട് ഒരൊറ്റ ബാച്ചാണ്. രണ്ടിനും കൂടി നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള മെറ്റീരിയലും ബുക്ക്ലെറ്റും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എന്തുകൊണ്ട് ശാസ്ത്രയിൽ ജോയിൻ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് എക്സാം വരികയാണ്. ഏപ്രിൽ മെയ് ടൈമിലാണ് നമ്മൾ എക്സാം വരുന്നത്. നമ്മൾ തൊട്ട് നടന്ന ജില്ലാ അടിസ്ഥാനത്തിൽ നടന്ന ട്രേഡ്സ്മാൻ്റെ റിസൾട്ടുകളാണ് ഞാനിവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, തൊട്ട് മുന്നേ 7 ജില്ലകളിലാണ് നമ്മൾ ട്രേഡ്സ്മാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ 7 ജില്ലകളിൽ പാലക്കാട്, എറണാകുളം, ഇടുക്കി ഈ 3 ജില്ലകളിലും 1ാം റാങ്ക് ശാസ്ത്രയിലെ സ്റ്റുഡൻസ് ആണ്. ഇത് ഞങ്ങളുടെ റിസൾട്ട് തന്നെയാണ് പറയുന്നത് എന്തുകൊണ്ട് ശാസ്ത്രയിൽ ജോയിൻ ചെയ്യണമെന്ന്, അല്ലേ? അതുപോലെ നിങ്ങൾ നോക്കൂ, 2nd റാങ്ക് പാലക്കാട്, ട്രിവാൻഡ്രം, എറണാകുളം ജില്ലയിലെ 2nd റാങ്ക്. അതുപോലെ തന്നെ വയനാടിലെ 3rd റാങ്ക്, പാലക്കാടിലെ 4th റാങ്ക്, എറണാകുളത്തിലെ 5th റാങ്ക്, ഇടുക്കിയിലെ 5th റാങ്ക്. ഇതൊക്കെ ശാസ്ത്ര സ്റ്റുഡൻസ് ആണ്. ഇതിൽ കുറേ സ്റ്റുഡൻസിന് ഇപ്പോൾ അഡ്വൈസ് വന്നു. 1ാം റാങ്കും 2ാം റാങ്കും 5ാം റാങ്കുള്ള കുട്ടികൾക്ക് വരെ അഡ്വൈസ് വന്നു. ഇതിൽ മോസ്റ്റ്ലി എല്ലാവർക്കും അഡ്വൈസ് വന്ന കുട്ടികളാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഇത് മാത്രമല്ല, നമ്മളൊരു 2-3 പേജുകളായിട്ട് അതിൻ്റെ റിസൾട്ടിനെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. 6th റാങ്ക് ഇടുക്കി, 6th റാങ്ക് വയനാട്, 7th റാങ്ക് പാലക്കാട്, ഇടുക്കി. അതുപോലെ തന്നെ 8th റാങ്ക് പാലക്കാട്, ഇടുക്കി, ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കോട്ടയം. പിന്നെ നോക്കൂ, 9th റാങ്ക് ട്രിവാൻഡ്രം, എറണാകുളം, ഇടുക്കി. ഇതെല്ലാം ശാസ്ത്രയിലെ സ്റ്റുഡൻസ് ആണ്. ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെയിൻ ലിസ്റ്റ് മാത്രം കേട്ടോ. സപ്ലിമെൻ്ററി ലിസ്റ്റോ അതുപോലെ കമ്മ്യൂണിറ്റി ലിസ്റ്റോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. മെയിൻ ലിസ്റ്റ് മാത്രം, അത് ആദ്യത്തെ 20 റാങ്ക് മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സപ്ലി ലിസ്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. പിന്നെ നോക്കൂ, എറണാകുളം ജില്ലയിൽ 10th റാങ്ക്, വയനാട് 10th, പാലക്കാട് 11th, ഇടുക്കി 12th റാങ്ക്, കൊല്ലം 13th റാങ്ക്, 14th റാങ്ക് വയനാട്, അതുപോലെ തന്നെ ഇടുക്കിയിൽ 14th റാങ്ക്, പാലക്കാട് 15th റാങ്ക്, 15th റാങ്ക് വയനാട്, 20th റാങ്ക് ഇടുക്കി. ഇതെല്ലാം ശാസ്ത്രീയ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, 35 പേരെ, ഏകദേശം 30-35 പേരെ ലിസ്റ്റാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഇത് ശരിക്കും മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് ആദ്യത്തെ 20 പേര് വരുന്ന കുട്ടികളെ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വൈസ് ആയിട്ടുള്ള റിസർവേഷൻ ലിസ്റ്റ് ഇട്ടിട്ടില്ല, അതുപോലെ സപ്ലി ലിസ്റ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി തീരുമാനിക്കാം എന്തുകൊണ്ട് ശാസ്ത്രയിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടെ റിസൾട്ട് തന്നെയാണ് ഇതിനുള്ള കാരണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ, ട്രേഡ്സ്മാൻ ഇതിൻ്റെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.